ഹലോ എവ്രി വൺ. 28 ഡേയ്സ് മാജിക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിന്റെ 7th ഡേ ആണ്. അപ്പൊ ഇത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ സ്റ്റുഡൻസിനെയും ഈ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ്. അപ്പോൾ ഇന്ന് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? അതിനെപ്പറ്റി എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നവരാണോ നിങ്ങൾ? 6th ഡേയും വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇല്ല, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ ബാക്കി 6 ദിവസത്തെ നമ്മൾ ഒരു 22 ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ചാനലിൽ കിടക്കുന്നുണ്ട്, നിങ്ങളത് പോയിട്ട് കണ്ടിട്ട് വന്ന് 7th ഡേ ചലഞ്ച് അതിനുശേഷം കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 7th ഡേ ചലഞ്ച് എന്താ നമ്മൾ വിളിക്കാൻ പോകുന്നത് പറഞ്ഞാൽ ദ മാജിക് വേ ഔട്ട് ഓഫ് നെഗറ്റിവിറ്റി. നിങ്ങൾ ഈ ചലഞ്ച് ഇന്ന് കാണുന്നു, നാളെ ആയിരിക്കും അല്ലേ നിങ്ങൾ 7th ഡേ ചലഞ്ച് ചെയ്യുന്നത്. അപ്പോ നെക്സ്റ്റ് ഡേ ഒരു ഡേ ഫുള്ള് നമ്മൾ നെഗറ്റീവ് ആകാതെ ഫുൾ പോസിറ്റിവിറ്റിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്ന ഈ 7th ഡേ ചലഞ്ച് എന്ന് പറയുന്നത്. യെസ്, നമുക്ക് തുടങ്ങല്ലേ? എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ പറയാൻ നോട്ട് ചെയ്യുന്നവരൊക്കെ ബുക്കും പെണ്ണൊക്കെ എടുത്ത് ഇരിപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ നാളത്തെ ഒരു ദിവസം ഈ ചലഞ്ച് ചെയ്യുന്ന ഡേ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയുന്നു, നെഗറ്റീവായിട്ട് എന്തെങ്കിലും തിങ്ക് ചെയ്യുന്നു, എന്തെങ്കിലും നോട്ടീസ് ചെയ്യുന്നു, അപ്പോഴൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഒന്നാമത്തെ കാര്യം. ഇപ്പൊ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോടൊക്കെ സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിവിടെ എന്റെ ലാപ്ടോപ്പ് എടുത്ത് ഇങ്ങനെ ഇരുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോയി. വളരെ എന്താ പറയുക, ഹാപ്പി ആയിട്ട് നിങ്ങളൊക്കെ കാണാൻ നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിരുന്നപ്പോ പെട്ടെന്ന് കറണ്ട് പോയി. അത് നെഗറ്റീവ് സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ ഡൗൺ ആയി പോവാൻ മേ ബി, ഇനിയിപ്പോ പിന്നെ ആവട്ടെ എന്നല്ല, പക്ഷെ ഞാനത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു എന്നുള്ളതാണ്. ബിക്കോസ് അങ്ങനെ എന്ത് നെഗറ്റീവ് ആയിട്ട് ഉണ്ടാവുന്നോ, എന്ത് നെഗറ്റീവ് സിറ്റുവേഷൻ വരുന്നോ, ആരെങ്കിലും നെഗറ്റീവ് പറയുന്നു, നിങ്ങൾ നെഗറ്റീവ് പറയുന്നോ, അതിന്റെയൊക്കെ അപ്പൊ തന്നെ ഉള്ളിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഇനി എഴുതാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് നിങ്ങളെങ്കിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം. ഇതാണ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. 2, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ ഒരുപാട് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് വിഷമിപ്പിച്ച ഒരു ഇൻസിഡന്റെങ്കിലും ഉണ്ടാവുമല്ലോ. അല്ലെ, ഒരുപാട് ഉണ്ട്, ഒട്ടക്കണക്കിനുണ്ടെന്ന് പറയുന്ന ആൾക്കാരില്ല, ഒന്നൊന്നും അല്ല. കൗണ്ട് ചെയ്യാൻ തുടങ്ങിയാൽ കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് ഉണ്ടാവും അല്ലേ? യെസ്. അപ്പോൾ അങ്ങനത്തെ നിങ്ങൾ ഏറ്റവും വേദനിപ്പിച്ച ഒരു ഇൻസിഡന്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ റിസോൾവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രോബ്ലത്തിൽ നിങ്ങൾ അകപ്പെട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം. അപ്പൊ എന്താണ് ആ പ്രോബ്ലം? മേ ബി നിങ്ങളിപ്പോ ജോലി ഇല്ലാതിരിക്കുന്ന ഒരാളായിരിക്കാം. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും വേദനിപ്പിക്കുന്ന, ഹേർട്ട് ചെയ്യുന്ന, നിങ്ങളുടെ ഒരു നിസ്സഹായ അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്, പ്രോബ്ലം ആണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഇന്നത്തെ ഈ ചലഞ്ചിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ അത് നെഗറ്റീവ് ആയിരിക്കും ഓഫ് കോഴ്സ്, ആണെങ്കിലും അത് നമ്മൾ 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ പറ്റും. അതിപ്പോ എങ്ങനെ എഴുതുകയെന്ന് വെച്ചാൽ, ജോലി ഇല്ലാണ്ടിരിക്കുമ്പോ അതിനിപ്പോ എങ്ങനെയാണ് നെഗറ്റീവ്, അത് നെഗറ്റീവ് അല്ലേ, അത് ഞാൻ എന്ത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാന്ന് ചോദിക്കുകയാണെങ്കിൽ എഴുതാനുണ്ടാവും. ഒന്ന്, നമ്മൾ ചിലപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 10 അല്ല 5 വർഷം നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും, ലാസ്റ്റ് 5 ഇയേഴ്സ്. അത് ഇനിയിപ്പോ 2, 3, 4, 5, 6 മാസമായിട്ട് നമ്മൾ ജോലി ഇല്ലാണ്ടിരിക്കുകയായിരിക്കും. 5 വർഷം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് ജോലി ഉണ്ടായിരുന്നു, ഇൻകം ഉണ്ടായിരുന്നു, നമ്മൾ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിന് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം. അപ്പൊ അത്രയും കാലം ജോലി ഉണ്ടായിരുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം. രണ്ടാമത്തെ കാര്യം, ജോലിക്കൊക്കെ പോകുമ്പോൾ തിരക്കാണ്, രാവിലെ പോകുന്നു, വൈകിട്ട് വരുന്നു, ഫാമിലിയായിട്ടും ആൾക്കാരായിട്ടൊന്നും ഇന്ററാക്ട് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായില്ല. അപ്പൊ ഇപ്പൊ നമുക്ക് നല്ല സമയമുണ്ട്, നമ്മൾ വീട്ടിലിരിക്കുക, വെറുതെ ഇരിക്കുകയാണ്. അത് അത്ര നല്ല സുഖകരമായിട്ടുള്ള അവസ്ഥ അല്ലെങ്കിലും അത് നമ്മൾ മൈൻഡിൽ കാണിക്കാൻ പാടില്ല. നമ്മൾ എഴുതുമ്പോ അത് പോസിറ്റീവായിട്ട്, എനിക്ക് വീട്ടിലെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ സമയം ഒത്തിരി കിട്ടുന്നുണ്ട്. പണ്ടേ ഇപ്പൊ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ പോലും ഇല്ലാത്ത ഒരാളായി. അപ്പൊ നമ്മളൊന്ന് കൊതിച്ചിട്ടുണ്ടാവും, ഒന്ന് വീട്ടിലിരിക്കാൻ പറ്റിയേനെ എന്ന്. അപ്പൊ ഇപ്പൊ നമ്മളെ കൊണ്ടത് പറ്റുന്നുണ്ടാവും. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് എഴുതാം. അടുത്തത്, നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല. നമുക്ക് എന്താ പറയുന്നേ, ഇപ്പൊ നമ്മളെ കെയർ ചെയ്യാനോ നമുക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ, മേ ബി ഒരു സിനിമ പോലും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒന്ന് പുറത്തൊന്നും പോയി എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ധാരാളം സമയമുണ്ട്, 1, 2, 4, 10 സിനിമ കാണാനുള്ള സമയം നമുക്കുണ്ട്. അപ്പൊ അതിന് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം. മനസ്സിലാവുണ്ടോ? ഇങ്ങനെ എന്ത് പ്രോബ്ലമാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്, അതിന് റിസോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിച്ച് തലകറങ്ങി വീഴല്ല വേണ്ടത്. അയ്യോ, ജോലിയില്ല, ജോലിയില്ല, വരുമാനമില്ല, ഇൻകം ഇല്ല, അല്ല, നോ. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം. ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ 10 എഴുതണം. അപ്പൊ സിറ്റുവേഷൻ എന്താണോ അതിന് ഏറ്റവും കൂടുതൽ നിങ്ങൾ റിസോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻ, പിന്നെ അങ്ങനെയല്ല, ഈ ലൈഫിൽ നിങ്ങൾ ഏറ്റവും നിങ്ങളെ ട്രബിൾ ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അതിന് ആ സിറ്റുവേഷൻ എടുക്കുക. അതിന് 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം. 10 എഴുതി കഴിഞ്ഞിട്ട് താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഫോർ ദിസ് പെർഫെക്റ്റ് റെസൊല്യൂഷൻ എഴുതണം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഫോർ ദിസ് പെർഫെക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, അപ്പോ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഈ പരിഹാരത്തിന് അല്ലെങ്കിൽ സൊല്യൂഷൻ, എന്റെ പ്രശ്നത്തിനുള്ള സൊല്യൂഷന് നന്ദി, നന്ദി, നന്ദി. ബിക്കോസ് നമുക്ക് സൊല്യൂഷൻ ഇല്ല ഇപ്പൊ കറന്റ് ആ പ്രോബ്ലത്തിന്.
പക്ഷെ ഇത് നിങ്ങൾ എഴുതി നോക്കൂ. നിങ്ങൾക്ക് പെട്ടെന്ന് അതിലുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരും, മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഈ ഫുൾ ഡേയില് എപ്പോഴൊക്കെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നു, തിങ്ക് ചെയ്യുന്നു, ആരെങ്കിലും പറയുന്നു, അപ്പോഴൊക്കെ ഉള്ളിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. എഴുതാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇനിയിപ്പോ ഒരാള് നിങ്ങളോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിങ്ങളെ കടിച്ചേറാൻ വരുന്നു എന്ന് വിചാരിക്കാം. അയാൾ ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് ദേഷ്യം വരും അല്ലെ? ഒരാൾ നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അപ്പൊ തിരിച്ചു ചൂടാ, നിങ്ങളൊന്നും നിർത്താൻ പാടില്ല എന്താ പറഞ്ഞുകൊണ്ടേന്ന് വരുന്നതിന് മുന്നേ തന്നെ ഓക്കെ ഓക്കെ എനിക്ക് അയാളെ ഇഷ്ടമാണ്, മനസ്സിൽ പറയാം എനിക്ക് അയാളെ ഇഷ്ടമാണ്, അയാൾ ഇപ്പോഴല്ല എപ്പോഴും എന്നോട് ദേഷ്യപ്പെടാറില്ല, വല്ലപ്പോഴും അല്ലേ ദേഷ്യപ്പെടാറുള്ളൂ, സോ അതിന് നന്ദിയുണ്ട്. ദേഷ്യപ്പെട്ടിട്ടാണെങ്കിൽ എന്റെ അടുത്ത് 2 വാക്ക് പറയാൻ ഒരാളുണ്ടല്ലോ, അതിന് നന്ദിയുണ്ട്. അങ്ങനെ അതിന് നമുക്ക് ഉള്ളിൽ പെട്ടെന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ എഴുതുകയും ചെയ്യാം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സോൾവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇഷ്യൂ, ഒരു പ്രോബ്ലം, ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിന് 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. ആ സിറ്റുവേഷന് 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. അടിയിൽ താങ്ക് യു ഫോർ ദ പെർഫെക്റ്റ് റെസൊല്യൂഷൻ എഴുതുക. അല്ലെങ്കിൽ പ്രശ്നത്തിനുള്ള ഒരു പെർഫെക്റ്റ് സൊല്യൂഷന് നന്ദി എന്ന് എഴുതുക. അതിലേക്കുള്ള സൊല്യൂഷൻ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടാവും. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പൊ ഇന്നത്തെ ഡേയിൽ നമ്മൾ നെഗറ്റിവിറ്റി നെഗറ്റീവ് ആകാതെ പോസിറ്റീവായിട്ട് മാക്സിമം ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. എപ്പോഴും ഞാൻ പറയാറുണ്ട്, മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളും ഫീലിങ്സും ഒക്കെ കൃത്യമായി അലൈൻ ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ റിയാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ഫോമിലേക്ക് നമുക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും, നമ്മുടെ മനസ്സിന് ശക്തി ഉപയോഗിച്ചുകൊണ്ട്. ഇതാണ് ആക്ച്വലി മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിൽ നടക്കുന്നത്. ഇത് നടക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മള് നല്ലൊരു വൈബ്രേഷൻ, നമ്മൾ നല്ലൊരു മനസ്സമാധാനവും ദേഷ്യവും വെറുപ്പും സങ്കടങ്ങളും നെഗറ്റിവിറ്റിയും ഒന്നും ഇല്ലാത്ത ഒരു മൈൻഡ് സെറ്റിലേക്കും ഒരു അവസ്ഥയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ മാത്രമേ ഇങ്ങനെ കാണിക്കുക എല്ലാവരും ഇതിനെ ഫ്രീക്വൻസി എന്ന് പറയും. പ്രോപ്പറായിട്ടുള്ള ഫ്രീക്വൻസിയിൽ നമുക്ക് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫ്രീക്വൻസിയിൽ എത്തുമ്പോൾ മാത്രമാണ് ഒരാള് യൂണിവേഴ്സുമായിട്ട് അലൈൻഡ് ആവുള്ളൂ. അതായത് നമ്മൾ എന്ത് ചോദിക്കുമ്പോൾ ഒരു ഭൂതമുണ്ടെന്ന് ചോദിക്കുന്നതൊക്കെ തരാൻ വേണ്ടിയിട്ട്, അതാണ് നമ്മുടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം എനർജി എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അത് നമ്മൾ ചോദിക്കുന്നത് കൃത്യമായിട്ട് തരണം എന്നുണ്ടെങ്കിൽ ആ ചോദിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അത് നമുക്ക് തരാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരിക്കണം. ദാറ്റ് മീൻസ് നെഗറ്റിവിറ്റിയിലും സങ്കടത്തിലും പ്രശ്നങ്ങളിലും കരച്ചിലും ഒക്കെ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ലൈഫിൽ പലതും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. നിങ്ങൾ ആദ്യം ക്ലിയർ ചെയ്യേണ്ടത്, നിങ്ങൾ ജോലിക്ക് മാനിഫെസ്റ്റ് ചെയ്യാനോ ജോലി അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന വെൽത്ത് ഉണ്ടാകാൻ, പൈസയാണ് നിങ്ങളുടെ പ്രശ്നം, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, വാട്ട് എവർ എന്താണെങ്കിലും ഫസ്റ്റ് കാര്യം ഒന്നാണ്, നിങ്ങൾ ഒരു പ്രോപ്പർ മൈൻഡ് സെറ്റിലേക്കും പ്രോപ്പർ ഒരു എനർജിയിലേക്കും ഒക്കെ വരേണ്ടതാണ്, അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ടെക്നിക്സുകളും, ഞാനെന്നല്ല ഈ ലോകത്ത് ഏത് കോച്ച് പറയുന്ന ടെക്നിക്കുകളും നമ്മളൊരു റിസൾട്ട് ഉണ്ടാക്കില്ല. നമ്മൾ അഫർമേഷൻ ചെയ്തുകൊണ്ടേയിരിക്കും, വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും, അങ്ങനെയാവുന്നു ഇങ്ങനെയാവുന്നു, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകാം, ഇങ്ങനെ ഒത്തിരി 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 ടെക്നിക്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ടാകാം. പക്ഷെ അതിന് റിസൾട്ട് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളൊരു പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ അല്ല, നല്ലൊരു എനർജിയിലല്ല വൈബ്രേറ്റ് ചെയ്യുന്നത്. അതെല്ലാവരും ശ്രദ്ധിക്കണം. കുറെ കാലങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി അറിയാം, അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ എവിടെ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്, കിട്ടിയതൊക്കെ എന്താ പറയാ 555 ടെക്നിക്ക്, 33 ടെക്നിക്ക് എന്നൊക്കെ പറഞ്ഞ് കുറെ കാണാമല്ലോ അല്ലെ, വാട്ടർ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിന് റിസൾട്ട് കിട്ടാതെ എന്നാണ് ചോദിച്ചാൽ നമ്മളൊരു കറക്റ്റ് മൈൻഡ് സെറ്റിലോ ഒരു എനർജിയിലല്ല വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, അത് ചേഞ്ച് ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ ടപ്പ് 10x ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ലൈഫിലേക്ക് നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കാം. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന 7 ദിവസമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് ഒരു വലിയ ഒരു കൂട് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിന്റെ ഉള്ളിൽ കയറി ഇരിക്കുകയാണ്. ഒക്കെ പോട്ടെ, എല്ലാ നെഗറ്റിവിറ്റിയും പുറത്തേക്ക് വിട്ട് നമ്മൾ ഫുൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഗ്രേറ്റ്ഫുൾ ആയിട്ട് രാവിലെ എണീക്കുമ്പോൾ 10 ഗ്രാറ്റിറ്റ്യൂഡ്, 10 മോർണിംഗ് തന്നെ ഡെയിലി 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നുണ്ട്. വൈകിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ മാജിക് റോക്ക് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് റോക്ക് വെച്ച് കയ്യിൽ പിടിച്ചിട്ട് ആ ഒരു ഡേയിലെ ഫുള്ള് കാര്യങ്ങൾക്ക് താങ്ക് യു പറയും. മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് നമ്മൾ റീകളക്ട് ചെയ്തിട്ട് അതിന് താങ്ക് യു പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ ഹെൽത്തിന്, നമ്മുടെ ജോലി, ഇന്നലെ ഞാൻ പറഞ്ഞ 6th ഡേ ചലഞ്ച്, നമ്മുടെ ഒരു ഇൻവിസിബിൾ മാനേജർ നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ അയാൾ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളെ നോക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എല്ലാത്തിനും എത്ര കാര്യങ്ങൾക്ക് മാക്സിമം ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ ഒരു ചലഞ്ച് ആയിട്ട് എടുക്കുക, ഒരു ഗെയിം പോലെ, ഓക്കെ, ഒരു ആക്ടിവിറ്റി പോലെ എത്ര കാര്യങ്ങൾക്ക് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റുന്നുണ്ട്, അതിങ്ങനെ വീണ്ടും പറയാന്നുള്ളതായിരുന്നു പറഞ്ഞു. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടായ ഡിഫറൻസ് എല്ലാവരും കമന്റ് ബോക്സിൽ ഒന്ന് പറയണം. ഇനി നിങ്ങൾ ഈ ഒരു ചലഞ്ച് എന്റെ കൂടെ ചെയ്യുന്ന എല്ലാവരും യൂട്യൂബിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി പറയാണ്, എനിക്കൊരു പേഴ്സണൽ കമ്മ്യൂണിറ്റി ഉണ്ട്, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി, അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ആവാം. അപ്പൊ എന്നോട് എന്തെങ്കിലും ഡയറക്റ്റ്ലി ചോദിക്കാറുണ്ട്, ഡൗട്ട്സ് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൽ എന്നോട് ചോദിക്കാൻ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. കൂടാതെ എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ 2 മണിക്ക് നമുക്ക് ഫ്രീ സൂം സെഷൻസും ഒക്കെ ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ മാത്രമല്ല ഇരുന്ന് ഡയറക്റ്റ്ലി കുറച്ചും കൂടെ ഞാനുമായിട്ട് എൻ്റെ ഒരു സർക്കിളിൽ കണക്ട് ആവാൻ ആരെങ്കിലും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ടാവും. അതിലേക്ക് കയറി പെട്ടെന്ന് നമ്മുടെ ചാനലിലേക്ക് വരാം. പിന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇൻസൈറ്റ് ഞാൻ കാരണം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ കാണിക്കണം എന്ന് പറഞ്ഞ് ലൈക്ക് ആയിട്ടും സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടും ഒക്കെ ആ ഗ്രാറ്റിറ്റ്യൂഡ് എനിക്കും കൂടെ കീപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ആൻഡ് ഇന്ന് പറഞ്ഞ കാര്യം ഇതാണ്, ഫുൾ ഡേ നെഗറ്റീവ് ആയിട്ടിരിക്കാം, പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാം. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് ഡേ 8th ഡേ ചലഞ്ച് ആയിട്ട് നമുക്ക് വേഗം വരാം. ഇത്രയും നേരം വളരെ സ്നേഹത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ നിങ്ങളുടെ ചിലർ പറയാറുണ്ട്, കുറെ ദിവസമാണ് ഇങ്ങനെ കണ്ടുകൊണ്ട് കഴിയുമ്പോൾ നമുക്ക് നമ്മളിലുള്ള ഒരാൾ, എന്റെ ഗ്രൂപ്പിൽ എസ്പെഷ്യലി സ്റ്റുഡൻസ് വരാറുണ്ട്, മാം നമ്മുടെ വീട്ടിലുള്ള ഒരാളെ പോലെ നമ്മുടെ കൂടെയുള്ള ഒരാളെ പോലെയൊക്കെ തോന്നാറുണ്ട്, നമ്മളിൽ ഒരാളായി നിന്നിട്ട് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു തോന്നൽ എന്റെ അടുത്തുണ്ട്. ഒരാൾ പറഞ്ഞു തരുന്നു, എന്തോ നമുക്ക് നമ്മൾ ഇഷ്ടമുള്ള ഒരാൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന പോലെ ഒരാൾ പറഞ്ഞു തരുന്നു, അത് കേൾക്കാൻ ഇഷ്ടമാണ്. എന്റെ കൂടെ ഈ ജേർണിയിൽ ഇനിയും എന്റെ കൂടെ മുന്നോട്ട് പോകാൻ നമ്മുടെ പ്രാക്ടീസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പൊ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്നതിന് കണ്ടുകൊണ്ടിരുന്നതിന് ഞാൻ പറഞ്ഞൊക്കെ ലൈഫിലേക്ക് എടുത്ത് ആക്ഷൻസ് എടുക്കുന്നവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ ആക്ഷൻസ് എടുക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് വേഗം വരാം. ബൈ.